അസ്സലാമലൈക്കും. എല്ലാവരും റാത്തല്ലോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നല്ല നല്ല വിഷയമാണ്. എല്ലാവരും വീഡിയോ പൂർത്തി നോക്കണം. നല്ല നല്ല വാദമാണ്. സിറാജ് ഖാസിമിൻ്റെ വാദമാണ്. എല്ലാ വാദമുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. പൂർത്തി നോക്കണം വീഡിയോത്തിന്. പിന്നെ നല്ല നല്ല വിഷയൻ്റെ വാദമാണ്. എല്ലാം പൂർത്തി നോക്കണം. ഷെയറാക്കണം. സപ്പോർട്ട് വേണം. എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോത്തിൻ്റെ ടൈം കംപ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ എല്ലാം ഇതും എല്ലാവരും പൂർത്തി വാദം നോക്കുന്നില്ല. നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. വേറെ എല്ലാവരും ഷെയർ ആക്കണം. സപ്പോർട്ട് മെയിൻ വേണ്ടത് നിങ്ങൾക്ക്. നല്ല നല്ല വാദം ഉണ്ടല്ലേ ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. വേറെ എല്ലാവരും പിന്നെ ബെല്ലെ കൊണ്ടുത്താം ഷെയർ ആക്കണം. അസ്സലാമു അലൈക്കും. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോ മുത്തുനബിയുടെ ചുണ്ടനങ്ങി. അള്ളാഹുവെ ചെവി കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചു നോക്കുമ്പോ അള്ളാന്റെ റസൂല് കള്ളു കുടിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, പലിശ തിന്നരുതെന്നല്ല പറഞ്ഞത്, ഹജ്ജിന് പോകാനല്ല പറഞ്ഞത്, ഉംറയ്ക്ക് പോകാനല്ല പറഞ്ഞത്, പള്ളി കെട്ടി കൊടുക്കാനല്ല പറഞ്ഞത്, സലാത്ത് പറയാനല്ല പറഞ്ഞത്, സദഖ കൊടുക്കാനല്ല പറഞ്ഞത്. മുത്തുനബി പറഞ്ഞ എന്തെന്നറിയുവോ? സഹാബ, ഉമ്മത്തി, നിസ്കാരത്തിന്റെ കാര്യം മറക്കരുത് കേട്ടാ. ആ മരിക്കുന്ന സമയത്ത് പോലും, റൂഹ് പിടിക്കുന്ന സമയത്ത് പോലും മുത്തുനബി എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞത് നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്, ഉപേക്ഷിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. ആ മരണത്തിന്റെ വേളയിൽ പോലും ഇത് പറയണമെങ്കിൽ ആ നിസ്കാരത്തിന് എന്തോ മഹത്വമില്ലേ? അതില്ലെങ്കിൽ മുത്തുനബി അത് പറയുമായിരുന്നോ? ആ മരണത്തിന്റെ വേളയിൽ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും മഹത്വമുള്ള വേറെ എന്തേ പറയണ്ടേ? നമുക്കത് നിസ്സാരം.